ഫോർ വീലർ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു അബദ്ധം ഒരിക്കലും കാണിക്കരുത്. പെട്ടെന്ന് വളരെ ഫ്രണ്ടിൽ ഇങ്ങനെ പോകും. കാരണം പൊട്ടി വഴിയിൽ പോകാൻ വേണ്ടി തന്നെ സാധ്യതയുണ്ട്. ഹെഡ് ഡാമേജ്, പിസ്റ്റൺ കംപ്ലൈൻറ്റ്, അതുപോലെ അങ്ങനെ ഭയങ്കരമായ എൻജിൻ കംപ്ലൈൻറ്റ്സ് വരാം. എങ്ങനെ പോയാലും 60,000 to 1,00,000 രൂപയുടെ കംപ്ലൈൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഫോർ വീലർ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു അബദ്ധം ഒരിക്കലും കാണിക്കരുത്. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പുക വരിക, നമ്മുടെ വാണിംഗ് സിഗ്നൽ കാണിക്കുകയാണെങ്കിൽ വണ്ടി അവിടെ ചവിട്ടി സൈഡിലേക്ക് മാറ്റി. കാരണം വണ്ടിയുടെ റേഡിയേറ്ററിൻ്റെ വെള്ളം തീർന്നിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ കൂളൻ്റ് തീർന്നിട്ടുണ്ടായിരിക്കും, ഓയിൽ കംപ്ലീറ്റ്ലി ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവും. ഇതെല്ലാം കൊണ്ട് റേഡിയേറ്റർ ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ പുക വരുന്നത്. ചിലപ്പോൾ അതിൻ്റെ ആ ക്യാപ്പ് വരെ പൊട്ടി വഴിയിൽ പോകാൻ വേണ്ടി തന്നെ സാധ്യതയുണ്ട്. എനിക്ക് പറ്റിയിട്ടുണ്ടാവും. നമ്മൾ വണ്ടി ഓഫ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ പിന്നെയും ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഹെഡ് ഡാമേജ്, പിസ്റ്റൺ കംപ്ലൈൻറ്റ്, അതുപോലെ അങ്ങനെ ഭയങ്കരമായ എൻജിൻ കംപ്ലൈൻറ്റ്സ് വരാം. എങ്ങനെ പോയാലും 60,000 to 1,00,000 രൂപയുടെ കംപ്ലൈൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി നിർത്താൻ വേണ്ടി പറയും. എനിക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഭയങ്കര ഓവർ ഹീറ്റായി പുക വന്ന് വണ്ടി സൈഡിലേക്ക് സ്റ്റോപ്പ് ചെയ്ത് ഒരു 20-30 മിനിറ്റ് കഴിയുമ്പോൾ ബോണറ്റ് തുറന്ന് നോക്കി ക്യാപ്പില്ല. കാരണം ഓവർ ഹീറ്റായിട്ട് ക്യാപ്പ് എന്തോ തുറന്നു പോകും, സംതിങ് അങ്ങനെ എന്തോ സംഭവിച്ചു. നല്ലപോലെ പുക വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ എഞ്ചിൻ ഭയങ്കരമായിട്ടൊന്ന് ഒരു സാധാരണയേക്കാൾ കൂടുതൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് വണ്ടി മാറ്റി വെച്ച് വണ്ടി ഇനി നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടണം. റേഡിയേറ്ററിൽ വെള്ളം ലീക്കേജ് ആകും, അതുപോലെ തന്നെ കൂളന്റിന്റെ കുറവ്, പിന്നെ നമ്മൾ ട്രാഫിക് ഭയങ്കരമായിട്ട് വരുന്നത് അതുപോലെ തന്നെ പിന്നെ ഫാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതൊക്കെ ഇരിക്കാന്ന് കഴിഞ്ഞാൽ റേഡിയേറ്റർ ഭയങ്കരമായിട്ട് ചൂടാവും, എഞ്ചിൻ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും. ഇതേ ചൂടായിരിക്കുമ്പോൾ ഒരിക്കലും റേഡിയേറ്ററിന്റെ ക്യാപ്പ് തുറന്ന് അതിനകത്തോട്ട് വെള്ളം ഒഴിക്കരുത്, മോണ്ടയിലോട്ട് ചീറ്റും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. എമർജൻസി ആണെങ്കിൽ മാത്രം നമ്മൾ അതിനകത്ത് റേഡിയേറ്ററിന്റെ ഇത് തുറന്ന് അതിലേക്ക് വെള്ളം ഫില്ല് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വാർണിംഗ് ലൈറ്റ് കാണിക്കുവാണെങ്കിൽ ഒരിക്കലും വണ്ടി ഓടിക്കാൻ ശ്രമിക്കരുത്. വണ്ടി കെട്ടി വലിച്ചു പോവുക അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് വർക്ക്ഷോപ്പിൽ മെക്കാനിക്കിനെ ഉറപ്പായിട്ടും കാണിക്കണം. അല്ലെങ്കിൽ വണ്ടിക്ക് എൻജിൻ ഡാമേജ്. ഇതിപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട് ഇതിൽ എനിക്ക് എന്തായാലും മെക്കാനിക്കിനെ കാണിച്ചേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ബോണറ്റൊക്കെ അഴിച്ചു നോക്കി വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഓയിൽ നോക്കിയപ്പോൾ ഓയിൽ തീരെ ഇല്ല, കൂളൻറ്റും ഇല്ല, വെള്ളം എമർജൻസിക്ക് വേണ്ടി കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു പ്രശ്നം. വാർണിംഗ് ലൈറ്റ് കാണിച്ചത് മൊത്തം റേഡിയേറ്റർ ചൂടായി, ഭയങ്കര ഇതിൽ നല്ലപോലെ ചൂടായതിൻ്റെ പ്രശ്നം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിൻ്റെ ഒരു നോക്കിംഗ് സൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇതിൻ്റെ വൈബ്രേഷൻ കുറച്ച് കൂടുതലാണ്. എഞ്ചിൻ്റെ ഒരു സൈഡിൽ വർക്കിംഗ് ക്ഷമത കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓയിൽ ലീക്ക് ചെയ്ത് പുറത്തോട്ട് പോയിട്ടുണ്ട്. അതൊന്ന് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യണം. ഈ മൊത്തം സാധനങ്ങളൊന്ന് മാറണം. നിങ്ങൾക്ക് ഇതുപോലെ ഒരു അവസ്ഥ ഇനി പറ്റരുത്. ഇതാണ് ഗുണപാഠം. ഓട്ടോയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെ ഡൗട്ട്സുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഉള്ള എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാൻ പറ്റും. ഓക്കെ, താങ്ക് യു.